ശ്രീ വളയനാട് ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ജനുവരി 31 മുതൽ ഫെബ്രുവരി 14 വരെ വിവിധ ചടങ്ങുകളോടെ നടക്കും. നാന്തകം എഴുന്നള്ളിപ്പ്, ദ്രവ്യകലശം, കൊടിയേറ്റം, ആറാട്ട്, നാന്തകം തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. തളി ക്ഷേത്രത്തിൽ നിന്നും ദേവിയുടെ നാന്തകം എഴുന്നള്ളിച്ചതോടെ വളയനാട് ദേവീക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും ബ്രഹ്മശ്രീ ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെയും കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് മുൻപായി ഫെബ്രുവരി 1 മുതൽ 6 വരെ ഭഗവതിക്കും മഹാദേവനും ദ്രവ്യകലശ ചടങ്ങുകൾ നടക്കും. ദ്രവ്യകലശം പൂർത്തീകരിച്ച് ഫെബ്രുവരി 6 രാത്രി 7:45 ഉത്സവം കൊടിയേറും. ഉത്സവം ആരംഭിച്ച് ഫെബ്രുവരി 13 ആറാട്ടോടുകൂടി സമാപിക്കും. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രവിധി പ്രകാരമുള്ള ചടങ്ങുകളും ക്ഷേത്ര കലശവും കലാപരിപാടികളും 6 ദിവസത്തെ പ്രസാദ ഊട്ടും ഭക്തർക്കായി ഒരുക്കും. കലാപരിപാടികൾ തിരുമുറ്റം സ്റ്റേജിലും പ്രധാന വേദിയിലുമായി അരങ്ങേറും. കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രഗത്ഭരായ കലാകാരന്മാർക്കൊപ്പം പ്രാദേശിക കലാകാരന്മാരും നൃത്ത ഇനങ്ങളിലും വാദ്യ ഇനങ്ങളിലും വേദിയിലെത്തും. എഴുന്നള്ളിപ്പുകളിൽ ഗുരുവായൂർ ദേവസ്വം ആനകൾ തിടമ്പേറ്റും. മേളങ്ങൾക്ക് പ്രശസ്ത മേളവിദ്വാൻമാർ പ്രമാണം വഹിക്കും. വിപുലമായ ഉത്സവാഘോഷ കമ്മിറ്റിയാണ് ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Ulsava